ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 36 നാലാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, മിസ് മലയാളം മീഡിയത്തിന് ചോദ്യം ആഡ് ചെയ്തിട്ടില്ല, കാരണം ആകെ ഒരു വാക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഫിഗറൊക്കെ സെയിം തന്നെയാണ്. എന്നിട്ട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ഈച്ച് ഓഫ് ദ ട്രയാങ്കിൾസ് ബിലോ. താഴെ തന്ന രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? പരപ്പളവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കാണാം അല്ലേ. ഒന്നാമത്തെ ട്രയാങ്കിൾ എടുക്കാം. ഒന്നാമത്തെ ട്രയാങ്കിളിൽ നോക്ക്, സൈഡ്സുകളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഇത് 5 സെൻറ്റിമീറ്റർ എന്നാണ്, ഇതും 5 സെൻറ്റിമീറ്റർ, ഇത് 8. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അപ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണം ആണ്, ശരിയല്ലേ? ഇനി നമുക്ക് പരപ്പളവ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? മറന്നു പോവരുത്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. ഹാഫ് ബി എച്ച് അല്ലേ. എന്താ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. അര ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ പാദം അല്ലേ. പാദം ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാലോ ഉയരം. കേട്ടിട്ടുണ്ടാവും ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുക അല്ലേ. അതായത് ഈ ത്രികോണത്തിൻ്റെ ബി എന്ന് പറയുന്നത് ബേസ് ആണ്. പാദം എന്ന് പറയുന്നത് ഇവിടെ എത്ര സെൻറ്റിമീറ്ററാ? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അര ഇൻറ്റു പാദത്തിന് പകരം 8 കൊടുക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഉയരം എന്ന് പറയുന്നത് ഈ 5 അല്ല. ഒരു ത്രികോണത്തിൽ ഉയരം എന്ന് പറയുന്നത് ഉയരം എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? നേരെ വരയ്ക്കണം അല്ലേ. നോക്ക്, അപ്പോൾ മിസ് എന്ത് ചെയ്തു? ഈ വരച്ച റെഡ് കളറായിരിക്കും ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നേരെ കുത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ നോക്കുക, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു വെർട്ടെക്സ് കണ്ടോ, ഈ ഒരു പോയിന്റ്, ഇതിൽ നിന്ന് നേരെ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ടോട്ടൽ 8 സെൻറ്റിമീറ്റർ അല്ലേ, ഈ 8 സെൻറ്റിമീറ്റർ കറക്റ്റ് ഈക്വൽ ആയിട്ട് രണ്ട് ഭാഗങ്ങളാവും. അതായത് ഈ സൈഡ് 4 സെൻറ്റിമീറ്ററും ഈ സൈഡും എത്ര വരും? 4 4 എന്ന് വരും. ക്ലിയർ ആയില്ലേ? അതായത് രണ്ട് സൈഡ് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇത് 8 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ താഴത്തെ സൈഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് രണ്ട് പാർട്ടുകളാവും. അപ്പോൾ ഇത് 4 4 ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഹാഫ് ഇൻറ്റു ബി എച്ച് ചെയ്യണമെങ്കിൽ ബേസ് അല്ലേ, പാദം 8 ഉണ്ട്, പക്ഷേ ഈ ഉയരം അറിയില്ലല്ലോ. നിങ്ങൾ നോക്ക്, ഈ ഒരു ഭാഗത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ട്രയാങ്കിളാ? കോണളവ് 90 ഡിഗ്രി വന്നാൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? മട്ട ത്രികോണം അല്ലേ, ശരിയല്ലേ? മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൽ സൈഡ്സ് കാണണമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എന്തായിരുന്നു പൈതഗോറസ് തിയറം? അതിൻ്റെ മുന്നേ നമുക്ക് ഒന്നാമത്തെ ഫിഗറിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഫിഗർ 1, ഇതിൽ നമുക്ക് പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയാം അല്ലേ. ബേസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്, ശരിയാണല്ലോ. നമുക്ക് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ് ഇക്വേഷൻ. ഉയരം അറിയില്ല, അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ഈ താഴോട്ടൊരു വര വരച്ചിട്ട് അതിന് എച്ച് എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് നോട്ട് ബുക്കിലേക്ക് ഈ ഫിഗർ റഫായിട്ട് വരച്ചിട്ട് ഇതേപോലെ എച്ച് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡുകൾ കിട്ടിയില്ലേ. ഈ സൈഡിൽ നമ്മൾ പറഞ്ഞു ഈ താഴത്തുള്ളത് 4 4 കറക്റ്റായിട്ട് സ്പ്ലിറ്റായി, ശരിയല്ലേ? ഇനി നമ്മളിതിനെ ഒരു മട്ട ത്രികോണം സെലക്ട് ചെയ്യുന്നു മിസ്. അതായത് രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇതൊരു മട്ട ത്രികോണമല്ലേ, രണ്ടും ഒരേപോലത്തെ ത്രികോണമല്ലേ, അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് ഇത് ഇങ്ങോട്ടും മട്ട ത്രികോണം 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിനെ മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്യാം. അതിൻ്റെ മുന്നേ ഇതേതാ സൈഡ്? പാദം അല്ലേ, അതായത് 4. ഇതെന്താ? എച്ച്. എച്ച് പക്ഷേ നമുക്ക് അറിയോ? അപ്പോൾ എച്ചിന് എച്ച് തന്നെ എഴുതുന്നു. ഈ സൈഡ് അറിയാലോ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ഈ സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതിന് 5 എന്ന് എഴുതുന്നു. ഇനി പൈതഗോറസ് തിയറം എന്ന് ഓർത്ത് നോക്ക്. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് നമ്മൾ ഏതിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയതാ? പൈതഗോറസ് സിദ്ധാന്തം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പൈതഗോറസ് സിദ്ധാന്തം തന്നെയാണ് കേട്ടോ. കാരണം എന്താ? പൈതഗോറസ് എന്ന് പറഞ്ഞ ഒരാളെ പേരാ. അത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരാളായിരിക്കുമല്ലേ, ഒരു ഫേമസ് മാത്തമാറ്റീഷ്യനാണ് പൈതഗോറസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം, ഒരു തിയറമാണിത്.
ഇത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? മട്ട ത്രികോണത്തിന്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്. ഒരു കോണ് 90 ഡിഗ്രി വരുന്ന ത്രികോണത്തിനെയാണ് റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം എന്ന് വിളിക്കാം. അപ്പോൾ ഈ താഴെയുള്ളതിന് ബേസ് എന്നും ഈ കുത്തനുള്ളതിന് ഉയരം ഹൈറ്റ് എന്നും വിളിക്കും. ഇതാരാണ്? ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കാം. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ശരിയല്ലേ? അല്ലെങ്കിൽ ഈ മലയാളത്തിൽ എന്തായിരുന്നു പറയുക? ഹൈപ്പോട്ടിന്യൂസിനെ മലയാളത്തിൽ പറയാം കർണം സ്ക്വയർ സമന്ന പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, ഇതാണ് പൈതഗോറസ് തിയറം. ഇതിൽ നമുക്കിനി അറിയുന്ന വാല്യൂസ് കൊടുക്കാം. നമ്മൾ കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? ഹൈപ്പോട്ടിന്യൂസ്. ഈ നീളം കൂടിയ വശത്തിനെയാണ് കർണം എന്ന് പറയുക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ കർണം ആരായി ചോദ്യത്തിൽ? 5 ആണ് അല്ലേ? അപ്പോൾ കർണത്തിന് പകരം 5 സ്ക്വയർ ഇടണം നിർബന്ധം കേട്ടോ. സമം പാദം അറിയോ നമുക്ക്? നോക്ക്, നമ്മൾ ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഹൈറ്റ് കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ ഈ എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. പാദം എന്ന് പറയുന്നത് താഴെ ഭാഗമുള്ള സൈഡല്ലേ? അത് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പം 4 സ്ക്വയർ എന്ന് എഴുതി. സമം ലംബം സ്ക്വയർ. ശരിയാണല്ലോ. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 5 × 5. ശരിയല്ലേ? 5 × 5 എത്രയാ? 25. അതേപോലെ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 16 പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? ലംബം അല്ലെങ്കിൽ എന്ത് പറയാം? ഹൈറ്റ് സ്ക്വയർ എന്ന് പറയാം കേട്ടോ. നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. മലയാളത്തിൽ ലംബം എന്ന് എഴുതാം, അല്ലെ ഉയരം എന്ന് എഴുതാം, ഇംഗ്ലീഷിൽ ഹൈറ്റ് എന്ന് എഴുതാം. അപ്പോൾ മിസ് ഹൈറ്റ് സ്ക്വയർ എന്ന് എഴുതുന്നു. എടാ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ അവിടെ വെക്കുന്നു. ഈ പ്ലസ് 16 ഇങ്ങോട്ട് മാറ്റി കൊടുക്കണ്ടേ? എന്നാലല്ലേ ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പം 25ൻ്റെ അടുത്തേക്ക് ആര് വരുന്നു? പ്ലസ് 16. ഈ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? -16 എന്നാവും. ശരിയല്ലേ? ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ. ഹൈറ്റിന് എച്ച് എന്ന് എഴുതിട്ടോ. 25ൽ നിന്ന് 16 കുറച്ച് 9 എന്ന് കിട്ടും. അപ്പോൾ ഹൈറ്റ് സ്ക്വയർ 9. പക്ഷെ നമുക്ക് ഹൈറ്റിൻ്റെ സ്ക്വയർ ആണോ വേണ്ടത്? വെറും ഹൈറ്റ് അല്ലേ വേണ്ടത്? അപ്പോൾ സ്ക്വയർ ഒഴിവാക്കണം. സ്ക്വയർ ഒഴിവാക്കാൻ നമ്മൾ എന്തെടുക്കും? സ്ക്വയർ റൂട്ട് എടുക്കും അല്ലേ? റൂട്ട് 9 എന്ന് എഴുതും. നമ്മൾ എവിടെ സ്ക്വയർ ഒഴിവാക്കുമ്പോഴും അവിടെ എന്തെടുക്കണം? ഉടനെ തന്നെ റൂട്ട് എടുക്കുക. ഈ സ്ക്വയറും റൂട്ടും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്വയർ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റൂട്ട് എടുത്തു. അപ്പോൾ പിന്നെ ഈ 2 എഴുതരുത് കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2. ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് 9 കിട്ടി. റൂട്ട് 9 എത്രയാ? എടാ 3 × 3 ചെയ്താലല്ലേ 9. അപ്പോൾ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? റൂട്ട് 9 = 3 ആണ്. ഹൈറ്റ് കിട്ടിയല്ലോ. ഇവിടെ നോക്ക് എത്രയാ ഉയരം? 3 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് പരപ്പളവ് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? ഇനി നോക്ക് എന്തെഴുതാ ലാസ്റ്റ്? അതായത് ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ശരിയല്ലേ? ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എത്രയെന്ന് എഴുതാം? നേരത്തെ പറഞ്ഞു ഇക്വേഷൻ അല്ലേ? അര × b × h. ഹാഫ് അരേനെ അരാന്ന് തന്നെ എഴുതുന്നു. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ മൊത്തത്തിൽ ബേസിൽ ആര് വരുന്നുണ്ട്? ബേസ് എന്ന് പറയുമ്പോൾ ഈ മൊത്തം വരും കേട്ടോ. ഇതിനെ മൊത്തം പരപ്പളവ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ബേസിന് എന്തെടുക്കുന്നു? 8 അല്ലേ? ടോട്ടൽ 8 ചോദ്യത്തിലുണ്ട്. ഈ ഹൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 3 ആണ്. അപ്പോൾ എന്തെഴുതുന്നു? 8 × 3. ശരിയല്ലേ? 8 × 3 എത്ര വരും? 24. അടിയിൽ ആരുണ്ട്? /2 ഉണ്ട്. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് വരും. ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിറ്റാണ്? സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ മലയാളത്തിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ എഴുതാം കേട്ടോ. അപ്പം ഇതാണ് പരപ്പളവ്. അപ്പോൾ പരപ്പളവ് കാണാൻ അറിയാത്തൊരാൾക്ക് ഇത് ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കിട്ടില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പേസ് അല്ലേ? അത് എത്രയാണെന്ന് കിട്ടി? നമുക്ക് 12 കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ഈ ചോദ്യം ചെയ്തുകൂടെ സിമ്പിളായിട്ട്? ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് അര × b × h ചെയ്യണം അല്ലേ? പാദം × ഉയരം. അപ്പോൾ അര × പാദം എത്രയാ? 6 ആണ് അല്ലേ? ഇവിടെ നിങ്ങൾ 6 എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് 6 ആണ്, ഇത് 5 ആണ്, ഇതും 5 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ താഴത്തെ 8 ആയിരുന്നു, ഇപ്പോൾ ഇവിടെ 6 ആയി എന്നുള്ള മാറ്റമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു?
ഹൈറ്റ് വരയ്ക്കുന്നു. എന്നാലല്ലേ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിൽ ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇപ്പോൾ പറഞ്ഞ സെയിം സാധനം നമുക്ക് അപ്ലൈ ചെയ്തൂടെ? സെക്കൻഡ് ഫിഗറിൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത്. സെക്കൻഡ് ഫിഗർ എന്താ സംഭവിച്ചത്? മിസ് ഇങ്ങനെ ഒന്നുകൂടി വരയ്ക്കാം കേട്ടോ. അതായത് റഫായിട്ട് വരയ്ക്കുകയാണേ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. മൊത്തം 6 സെൻറ്റിമീറ്ററാണ്. നേരെ കുത്തനൊരു വര വരയ്ക്കുമ്പോൾ ഇത് സ്പ്ലിറ്റായിട്ട് 3 3 എന്നാവും. അപ്പോൾ 1 3 എന്ന് വരും. ഇത് 5 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ചോദ്യത്തിൽ ഇത് 3 ആകുന്നുണ്ട്, ഇത് 5 ആകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതനുസരിച്ച് തന്നെ ഹൈറ്റ് അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെയും പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. കാരണം ഇത് മട്ടത്രികോണാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ആരാ? നീളം കൂടിയ വശം. നീളം കൂടിയത് ഇവിടെ ആരാ? 5 അല്ലേ? അപ്പോൾ 5 സ്ക്വയർ. ബേസ് എത്രയാ? 3. ഹൈറ്റ് അറിയാത്തത് കൊണ്ട് എച്ച് തന്നെ എഴുതുന്നു. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9. ശരിയല്ലേ? അപ്പം ഈ 25 എഴുതുന്നു. പ്ലസ് 9 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് 9 ആവും? -9. കാരണം നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണ്ടേ? 25ൽ നിന്ന് 9 കുറച്ച് എത്ര വരും? 16 എന്ന് കിട്ടും. അതായത് ഹൈറ്റ് സ്ക്വയർ 16. നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. റൂട്ട് 16 എത്രയാ? 4 ഇൻറ്റു 4 16 അറിയാലോ. അപ്പോൾ റൂട്ട് 16 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഹൈറ്റ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. 4 എന്ന് കിട്ടി. അതായത് ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് പരപ്പളവ് കാണാൻ എളുപ്പമാണല്ലോ. ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. പാദം എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ മൊത്തം പരപ്പളവാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പാദം 6 ആണ് അല്ലേ? ചോദ്യത്തിൽ 6 എന്നാണ് തന്നത്. ഇപ്പം നമ്മൾ ഹൈറ്റ് എന്ത് കണ്ടുപിടിച്ചു? 4 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? അതായത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അല്ലേ? അര ഇൻറ്റു പാദം എന്ന് പറയുന്നത് മൊത്തത്തിൽ 6 ആയിരുന്നു. ഉയരം എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. 6 ഇൻറ്റു 4 അല്ലേ? 6 ഇൻറ്റു 4 24. 24/2 എന്ത് തന്നെ വരും? 12 എന്ന് തന്നെ വരും സെൻറ്റിമീറ്റർ സ്ക്വയർ. നേരത്തെ അതേ ഉത്തരം തന്നെയല്ലേ കിട്ടുന്നത്? പ്രശ്നമില്ലല്ലോ. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വേണം അല്ലേ? ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്താ? എന്ന് എഴുതിയത് മിസ് ഏരിയ ആണ് കേട്ടോ. പരപ്പളവ് സമം അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. പാദം ഇൻറ്റു ഉയരം. ചില ആളുകളെങ്കിലും ഈ 8 ഇൻറ്റു 5 ചെയ്ത് വെക്കും. ഉത്തരം തെറ്റും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? പാദം 8 ആയിട്ട് തന്നെ എടുക്കുക. ഉയരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ കുത്തനുള്ള വര വേണം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മട്ടത്രികോണമായിട്ട് മാറി. മട്ടത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം അറിയാത്തവരോട് എഴുതി വെക്കുക. പ്രത്യേകം ബോക്സിലാക്കി വെക്കുക. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അതായത് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും നീളം കൂടിയ ആളായിരിക്കും. നീളം കൂടിയ ആളെ സ്ക്വയർ വർഗം എന്ന് പറയുന്നത് ചെറിയ 2 ആളെ സ്ക്വയർ സമ്മ് ചെയ്തതിന് ഈക്വലാണ് അല്ലേ? അത് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുക. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സാധാ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് സ്ക്വയർ ഒഴിവാക്കാൻ റൂട്ട് എടുക്കുക. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 2 ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സോട് കൂടി ഡിസ്കസ് ചെയ്ത് തീർക്കാം. അതിനുശേഷം പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 1ാമത്തെ പാഠത്തിൻ്റെയും 2ാമത്തെ പാഠത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലാസ് 8ൻ്റെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി. അപ്പോൾ ക്ലാസ് 8 മാത്സ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദ്യങ്ങളായിട്ട് കാണാം. താങ്ക്